ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാൻ അമേരിക്ക സമാധാന ധാരണ അട്ടിമറിക്കാൻ അന്താരാഷ്ട്ര ശ്രമം നടക്കുന്നുവെന്ന ആരോപണവുമായി ഇറാൻ രംഗത്തെത്തിയിട്ടുണ്ട്. ഹോർമൂസിൽ കപ്പലുകളെ ആക്രമിച്ചത് ധാരണ പൊളിക്കാൻ ലക്ഷ്യമിട്ട തീവ്ര വിഭാഗക്കാരാണ് എന്ന് ഇറാൻ സമ്മതിച്ചതായി US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ്. വെടിനിർത്തൽ ധാരണകൾ പാലിക്കുന്നതിൽ ഇറാന്റെ വിശ്വാസ്യത സമീപ രാഷ്ട്രങ്ങൾ പോലും സംശയിക്കുന്ന നിലയിലായ സാഹചര്യത്തിലാണ് ഇറാൻ ഇങ്ങനെയൊരു സംശയം ഉന്നയിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമല്ലേ? അങ്ങനെയെങ്കിൽ ആയത്തുള്ള അലി ഖമനിയുടെ വിലാപയാത്ര നടക്കുമ്പോൾ പ്രകോപനമൊന്നുമില്ലാതെ ഹോർമൂസിൽ കപ്പലുകൾ ആക്രമിച്ച് മധ്യസ്ഥ രാഷ്ട്രങ്ങളെ വരെ പിണക്കിയത് ആരായിരിക്കും? ഇറാനിൽ നിന്ന് തന്നെ ഇങ്ങനെയൊരു ശ്രമം ഉണ്ടായി എന്ന് പറയുന്നു ചിലർ. അങ്ങനെ സംശയിക്കണോ? അതോ ഇസ്രായേലിൻ്റെ കൈ ഉണ്ടോ ഇതിൽ? താങ്കൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? ഒരു കാര്യം ഉറപ്പാണ്, സമാധാന പ്രക്രിയയെ, പ്രത്യേകിച്ച് സമാധാന ധാരണയെ ആരോ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അതാര് എന്നതാണ് കാതലായ ചോദ്യം. അമേരിക്കയും ഇറാനും പറയുന്നത് തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളാണ്, ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് കാര്യങ്ങളാണ്. ഇറാൻ പറയുന്നത് കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. ആദ്യ റൗണ്ടിൽ, അതായത് ആയത്തുള്ള അലി ഖമേനിയുടെ ഖബറടക്ക ശുശ്രൂഷ നടക്കുന്ന സമയത്ത് തന്നെ ഒരു ഖത്തറിൻ്റെ കപ്പൽ, 2 സൗദി എണ്ണ കപ്പലുകൾ, ഒരു ചരക്ക് കപ്പൽ നേരെയും 2 ഓയിൽ ടാങ്കേഴ്സ് നേരെയും ആക്രമണമുണ്ടായി. ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഇറാൻ ഏറ്റെടുത്തിട്ടില്ല. അപ്പം ഇറാൻ അല്ല എങ്കിൽ പിന്നെ ആരാണ് ആക്രമണം നടത്തുക? അപ്പോൾ ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഈ സമാധാന പ്രക്രിയ ഇറാനും അമേരിക്കയും തമ്മിൽ എത്തിച്ചേർന്ന ഒരു ഫ്രജൈൽ പീസ് എന്ന് പറയാനാവില്ല. 14 നിർദ്ദേശങ്ങളും അതിൽ ഉണ്ടായ ഏകദേശ ധാരണയുമാണ്, താൽക്കാലിക ധാരണ, അതിൽ നിന്നുണ്ടായ വെടിനിർത്തൽ. ഇതെല്ലാം അട്ടിമറിക്കണം എന്ന് ഏറ്റവും ആഗ്രഹിക്കുന്നത് ഇസ്രയേലാണ്. അപ്പോൾ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ടോ? ഇസ്രയേൽ പറയുന്നില്ല തങ്ങൾ ആക്രമിച്ചു എന്ന് പറയുന്നില്ല. അല്ലെങ്കിൽ തന്നെ സൗദിയുടെയോ ഖത്തറിൻ്റെയോ എണ്ണക്കപ്പലുകളെ ആക്രമിക്കാൻ ഇസ്രയേൽ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ മുതിരും എന്ന് കരുതാനുമാവില്ല. ഏതെങ്കിലും കാരണവശാൽ ആക്രമണം നടത്തിയത് ആരെ എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഡയമെൻഷനാണ് പിന്നെ ഉണ്ടാവുക. അതുകൊണ്ട് ഇസ്രയേലാണ് ആക്രമണം നടത്തിയതെന്ന് കൃത്യമായി പറയാനാവില്ല. പിന്നെ ഈ ആക്രമണത്തിന് പിന്നിൽ ആര്? അത് ഇറാൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടേ ഇല്ല. അപ്പോൾ ഇറാൻ ഇപ്പോൾ പറയുന്നത് മറഞ്ഞിരിക്കുന്ന ചില ശക്തികളുണ്ട്. ഒരുപക്ഷെ അമേരിക്ക തന്നെ ആകാമോ? ഇസ്രയേൽ ആകണമെന്നില്ല. അമേരിക്ക തന്നെ ഒരു ക്ലാൻഡസ്റ്റൈൻ മൂവിലൂടെ ഒരു തരം സാബോട്ടാഷ് അത് ചെയ്തിരിക്കാമോ? അറിയില്ല, അങ്ങനെയൊന്നും തെളിച്ചു പറയുന്നില്ല. പക്ഷേ സംശയത്തിൻ്റെ വിത്തുകൾ ആവോളം വിതറിക്കൊണ്ടാണ് ഇസ്രയേലിൻ്റെ പ്രസ്താവന കടന്നു വന്നിരിക്കുന്നത്. അത് ഒരു ഡയമെൻഷൻ. രണ്ടാമത്തേത്, അമേരിക്ക പറയുന്നു ഇറാൻ ഉള്ളിൽ ഒരു വിഭാഗം തങ്ങളെ ഒരു പക്ഷേ തങ്ങളുമായി ചർച്ച ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഒരു ഹാർഡ് ലൈനർ വിഭാഗമുണ്ട്. ഒരു കാരണവശാലും അമേരിക്കയുമായി ഒരു ചങ്ങാത്തവും അരുത്, ഒരു ധാരണയും ഉണ്ടാവരുത്, പെർമനൻ്റായി യുദ്ധമുണ്ടാകണം. അത് അവർക്ക് അധികാരത്തിൽ തുടരാൻ, അവർ നയിക്കുന്ന ഒരു ക്രമം ഉണ്ടാകാൻ അത് ആവശ്യമാണ്. അതുകൊണ്ട് തങ്ങൾക്ക് പ്രാധാന്യമുണ്ടാകാൻ നിരന്തരം ഇറാൻ ഷുഡ് ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് വാർ. അപ്പോൾ യുദ്ധസജ്ജരായി എപ്പോഴും ഇരിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട് എന്നാണ് അമേരിക്ക വെയിൽഡായി പറഞ്ഞു വച്ചിരിക്കുന്നത്. IRGCയിൽ 2 വിഭാഗമുണ്ട് എന്നാണോ? IRGCയും തെളിച്ചു പറയുന്നില്ല അമേരിക്ക, പക്ഷേ അങ്ങനെ വേണം ചിന്തിക്കാൻ. ഒരു മിതവാദ വിഭാഗവും കുറച്ചുകൂടി തീവ്ര നിലപാടുള്ള വിഭാഗവും പൊളിറ്റിക്കലി ഇറാനിൽ ഉണ്ടായിരുന്നു എക്കാലത്തും. അവർ തമ്മിലാണ് പലപ്പോഴും രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടക്കുന്നത്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും നമുക്കറിയാമല്ലോ. ഇപ്പോഴത്തെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട മസൂദ് പെസഷ്കിയാൻ മിതവാദ നേതാവാണ്. അതായത് ഈ ഇറാൻ സംയമനം പാലിക്കണം, അന്താരാഷ്ട്ര വിഷയങ്ങളിലും ആഭ്യന്തരമായും സംയമനം പാലിക്കണം, കൂടെയൊക്കെ പൗരസ്വാതന്ത്ര്യം ഉണ്ടാകണം, മതഘടനകൾ വലിയ രീതിയിൽ പ്രഭാവം ചെലുത്തരുത്, ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യാവകാശ റെക്കോർഡുകളൊക്കെ ഉണ്ടാവണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു മിതവാദി വിഭാഗത്തിനാണ് ഇറാൻ്റെ മേൽക്കൈ ലഭിച്ചത്. കുറച്ചുകൂടി റാഡിക്കലായി ചിന്തിക്കുന്ന റിലീജിയസ് ക്ലറിക്സിനൊക്കെ കുറച്ചുകൂടി പ്രിയങ്കരമായ ഒരു വിഭാഗവുമുണ്ട്. ഈ 2 വിഭാഗങ്ങളുടെ ഓരോ സ്ഥാനാർത്ഥികൾ തമ്മിലാണ് അന്തിമ പോരാട്ടം, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതെല്ലാം തന്നെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയി മുൻകാലങ്ങളിലും ഇപ്പോൾ ആയത്തുള്ള മുജ്തബ ഖമനയിയും നൽകുന്ന
ഒരു സമ്മതം അനുസരിച്ച് മാത്രമേ സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാനാവൂ. അപ്പോൾ ജനം തിരഞ്ഞെടുക്കട്ടെ. ജനങ്ങളുടെ മൂഡ് ഒരു മിതവാദി വിഭാഗത്തിനാണ്. അതാണ് അമേരിക്ക പറയുന്നത്. അതിനകത്ത് ലോജിക്കൽ ഉണ്ട്, അതിനകത്ത് പറയുന്നതിൽ അമേരിക്ക പറയുന്നതിൽ ലോജിക്കുണ്ട്. പക്ഷേ അത് കൃത്യമായി വിശകലനം ചെയ്യാനാവില്ല. ഇപ്പോൾ ജനങ്ങൾക്കും ആ ഒരു മൂഡ് ആവണമെന്നില്ല. അമേരിക്ക ഇത്രയധികം നാശങ്ങൾ ഇറാൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ വരുത്തി വയ്ക്കുമ്പോൾ അമേരിക്ക വിരുദ്ധത ജനങ്ങളുടെ വികാരമായി വരുന്നു. ഇറാൻ്റെ ഭരണകൂടം തീവ്രമായ റാഡിക്കൽ നിലപാടുകൾ എടുക്കണമെന്ന് ജനം ആഗ്രഹിക്കുന്നു എന്ന് കരുതുന്നതല്ലേ കുറച്ചുകൂടി ശരി. അതുകൊണ്ട് അമേരിക്ക പറയുന്നത് ഇറാനുള്ളിലൊരു ആശയക്കുഴപ്പമുണ്ട്. ഇറാൻ അമേരിക്കയുമായി ഒരു ഡീലിൽ പോകുന്നതിനെ ഒരു വിഭാഗം ഇറാനിയൻ നേതാക്കൾ അംഗീകരിക്കുന്നില്ല. അതുമാത്രമല്ല, ഹൈലി ഡീസെൻട്രലൈസ്ഡ് ആണ് ഇറാൻ്റെ യുദ്ധ ഒരുക്കങ്ങൾ. 31 പ്രവിശ്യകളിലും 31 വ്യത്യസ്തരായ ആളുകളാണ് കമാൻഡർമാർ. അവർക്കെല്ലാം സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. കേന്ദ്രീകൃതമായ ഒരു കമാൻഡ് കൺട്രോൾ സംവിധാനം ഇറാനിൽ ഇപ്പോൾ നിലവിലില്ല എന്ന് അമേരിക്ക വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ചില കമാൻഡർമാർ, ചില നേതാക്കൾ, ചില സൈനികർ തീവ്രമായ നിലപാടുകൾ എടുക്കുന്നു. അപ്പോൾ ഡ്രോണുകൾ അയക്കുന്നു, മിസൈലുകൾ അയക്കുന്നു എന്നൊക്കെയുള്ളത് ഇൻഡിവിജ്വൽ ഇൻഡിപെൻഡൻറ്റ് പ്രൊവിൻഷ്യൽ തീരുമാനങ്ങളായി വരുമ്പോൾ ഹോർമൂസിൽ ഒരു നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ ചെയ്യുന്ന മനസ്സിലാക്കാം. ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ എല്ലാം തങ്ങളുടെ അനുവാദമില്ലാതെ ഒമാൻ തീരത്തുകൂടി ചേർന്ന് കടന്നു പോകുന്ന കപ്പലുകളെ എല്ലാം തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുക എന്നത് പൊതുനയമാണ്. അത് മനസ്സിലാക്കാം. പൊതുനയം പറയേണ്ടത് ആരാണ്? IRGC തലപ്പത്തുള്ളവരും മോച്ചുദ്ദ ഖൊമേനിയുമാണ് പൊതുനയം പറയേണ്ടത്. പക്ഷേ കപ്പലുകളെ ആക്രമിച്ചത് ഒറ്റപ്പെട്ട സംഭവമായതുകൊണ്ട് ഒരുപക്ഷെ ധാരണ പൊളിക്കാൻ വേണ്ടി, അമേരിക്ക ഇറാൻ ധാരണ പൊളിക്കാൻ വേണ്ടി ബോധപൂർവമായി ഈ സമയത്ത് അനുകൂലമായ സാഹചര്യത്തെ, അതായത് അനുകൂലമെന്ന് പറഞ്ഞാൽ ഇറാൻ ഏറ്റവും പ്രതികൂലമായ സാഹചര്യമാണ് ഖബറടക്ക സന്ദർശനം നടക്കുന്ന സമയം, ആ സമയത്ത് തന്നെ തെരഞ്ഞു പിടിച്ചൊരു ആക്രമണം ഉണ്ടായെങ്കിൽ അതിന് പിന്നിൽ ഒരു ദുഷ്ടശക്തി, ഒരു തീവ്രവികാരമുള്ളൊരു വിഭാഗം ഉണ്ട് എന്ന് അമേരിക്ക ആരോപിക്കുന്നു. ഇറാനുള്ളിൽ ആ വിഭാഗമുണ്ട് എന്ന്. ഈ രണ്ടിൻ്റെയും ഇടയിലാണ് സത്യം. അതുകൊണ്ട് ഇപ്പോൾ ഹോർമൂസിൽ പരസ്പരം നടക്കുന്ന ആക്രമണ പ്രത്യാക്രമണങ്ങൾ തലനാരിഴ കീറി പരിശോധിച്ചാൽ ഒരു വലിയ ആശയക്കുഴപ്പം അവിടെ ഉണ്ട്. ഒന്ന്, ഇതൊരു യുദ്ധ ഉപകരണങ്ങൾ വിൽക്കുന്ന ലോബി, അവരുടെ സമ്മർദ്ദമുണ്ടാകാം. ലോജിക്കാണ് ഞാൻ പറയുന്നത്. അമേരിക്കയിലാണ് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലാണ്, അവർക്കൊക്കെ എപ്പോഴും യുദ്ധമുണ്ടായിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആയുധങ്ങൾ നിരന്തരം, അമേരിക്കൻ സേനയും ആയുധങ്ങൾ വാങ്ങണം, മറുപക്ഷവും ആയുധങ്ങൾ വാങ്ങണം, എല്ലാം വാങ്ങണം. ഇറാന് അപ്പോൾ ആ രീതിയിലുള്ള ഇറാൻ എന്നും ശത്രുവായി നിൽക്കണം. ഒരു ധാരണയും ഈ ആയുധ ലോബിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എന്ത് അന്താരാഷ്ട്ര പീസ് ഡീൽ ഉണ്ടായാലും അത് ആയുധ ലോബിക്ക്, ആർമമെൻറ്റ്സ് ലോബിക്ക്, ഓർഡിനൻസ് ലോബിക്ക് അത് ഒട്ടും ചതുർത്ഥിയല്ല. അതാണ് ഒന്ന്. രണ്ട്, ഇറാൻ ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. തങ്ങൾക്ക് സമാധാനം ഇപ്പോൾ വേണ്ട. സമാധാനം ആത്യന്തികമായി വേണം. ആത്യന്തിക സമാധാനത്തിന് ഇപ്പോൾ വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞാൽ ആത്യന്തികമായി ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം നേതാക്കൾ ഇറാനിലുണ്ട്. മത നേതാക്കളുണ്ട്, സേനാ നേതാക്കളുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്. ഇവരുടെ ഒപ്പീനിയൻ ഇപ്പോൾ മൊബിലൈസ് ചെയ്യാവുന്ന രീതിയിൽ ഇറാൻ ഒരു പൂർണ്ണമായ കൺസോളിഡേറ്റഡ് സംവിധാനം ഇപ്പോൾ ഇല്ല. കാരണം അവിടുത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് വലിയ രീതിയിൽ തകർന്നിരിക്കുന്നു. അതുകൊണ്ട് ഇത് ചിതറിയ ചിന്തയാണ്. പക്ഷേ അതിലേക്കാണ് ഇറാൻ ചിന്തിക്കുന്നത്. ഇപ്പോൾ യുദ്ധം നിർത്തിവെച്ച് അമേരിക്കയുമായി കൈകൊടുത്ത് ധാരണയിലായി പിരിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഹോർമൂസ് യുദ്ധത്തിന് മുൻപുള്ള രീതിയിലാക്കണം എന്നതാണ് അമേരിക്കയുടെ ഡിമാൻഡ്, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ ഡിമാൻഡ്. അതാക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ലെന്ന് പ്രഥമദൃഷ്ടിയെ നമുക്ക് തോന്നാം. അങ്ങനെയായിരുന്നല്ലോ അതിനു മുൻപ്. യുദ്ധത്തിന് മുൻപ് ഹോർമൂസിലൂടെ യഥേഷ്ടം കപ്പലുകൾക്ക്, ഏത് രാജ്യത്തിൻ്റെയും, ഇറാൻ്റെയോ ഗൾഫ് രാജ്യങ്ങളുടെയോ അമേരിക്കയുടെയോ മറ്റു രാജ്യങ്ങളുടെയോ കപ്പലുകൾക്ക് കടന്നു വരികയും പോവുകയും ചെയ്യാമായിരുന്നു. ആ സാഹചര്യം പുനഃസൃഷ്ടിച്ചാൽ അത് വലിയൊരു വിട്ടുവീഴ്ചയൊന്നുമല്ലല്ലോ. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളിൽ ഇറാന് വിലപേശാനാവില്ല. ഒരു കാര്യത്തിലും ഇറാന് വിലപേശാനാവില്ല. അതുകൊണ്ടാണ് ഹോർമൂസ് വിട്ടു പിടിക്കണം. ഹോർമൂസ് എന്നതിലെ ഒരു നീക്കുപോക്കും വേണ്ട. അത് പുതിയ തീരുമാനമാണ്. തങ്ങളെ ആക്രമിക്കാൻ അമേരിക്ക തീരുമാനിച്ച സ്ഥിതിക്ക്, തങ്ങളെ ആക്രമിച്ച സ്ഥിതിക്ക് ഇനി ഒരിക്കൽ പോലും ഹോർമൂസ് ബലപ്രയോഗത്തിലൂടെ അല്ലാതെ തങ്ങൾ കരാറിലൂടെ ഹോർമൂസ് കൈമാറില്ല എന്ന് വാശി പിടിക്കുന്ന ഒരു നേതൃത്വം ഇറാനുണ്ട്, ഒരു വിഭാഗം നേതാക്കൾ ഇറാനുണ്ട്. അത് കറക്റ്റാണ്. ആ ഒരു നിഗമനം പൂർണ്ണമായി ശരിയാണ്. അങ്ങനെയാണല്ലോ ഇപ്പോൾ ഇറാൻ തീരുമാനങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അമേരിക്കൻ കപ്പലുകൾ രണ്ടാമത്തെ കപ്പൽ ആക്രമിച്ചപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഒരു കപ്പലാക്രമണം, അത് ഒമാൻ തീരത്ത് വെച്ച് നടന്ന കപ്പലാക്രമണമാണ്.
ആ കപ്പലാക്രമണം നടത്തിയത് ഇറാൻ തന്നെയാണെന്ന് ഇറാൻ ഏറ്റിരിക്കുന്നു. ഇറാൻ ഔപചാരികമായി പറഞ്ഞിരിക്കുന്നു. ആദ്യ ആക്രമണങ്ങൾ ഇറാൻ അംഗീകരിച്ചിട്ടില്ല, അത് ഇറാനാണ് ചെയ്തതെന്ന് പറയുന്നില്ല. ഇപ്പോഴത്തെ ആക്രമണം ഇറാൻ തന്നെയാണ് ചെയ്തതെന്ന് പറയുന്നു. അപ്പോൾ ഇതിനുള്ളിലും വൈരുദ്ധ്യമുണ്ട്. ആദ്യം തങ്ങളല്ല ചെയ്തത്, ഇപ്പോൾ തങ്ങളാണ് ചെയ്തത് എന്ന് പറയുന്നതിലും വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് വൈരുദ്ധ്യങ്ങളുടെ ഒരുപാട് കൂമ്പാരങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സമാധാന പ്രക്രിയയെ ഭയക്കുന്നവർ ഇറാനുള്ളിലുണ്ട്, അമേരിക്കയ്ക്കുള്ളിലുണ്ട്. പക്ഷേ സമാധാന പ്രക്രിയയെ പൂർണ്ണമായി പിന്താങ്ങുന്നവർ പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളിലുള്ളവരാണ്, GCC മേഖലയിലുള്ളവരാണ്. അവർക്കൊന്നും തന്നെ, അവരിൽ ആരും തന്നെ ഒരു രാജ്യത്തിൻ്റെയും ജനങ്ങളോ പ്രവാസി സമൂഹമോ ആ രാജ്യങ്ങളുടെ ഒമാൻ്റെയോ ഖത്തറിൻ്റെയോ ബഹ്റൈൻ്റെയോ UAEയുടെയോ സൗദിയുടെയോ ഭരണാധികാരികൾ ഒരിക്കലും ഈ ആക്രമണം, ഈ പോരാട്ടം തുടരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കാരണം അവർ സമാധാന പ്രേമികളാണ്. അവർക്ക് വലിയ ശക്തിയില്ല. കാരണം ആർമമെൻറ്റ്സ് മുഴുവൻ തന്നെ അമേരിക്കയിൽ നിന്നും വാങ്ങിയതാണ്. അമേരിക്കയുടെ ടെക്നീഷ്യൻസാണ് പലപ്പോഴും ഈ ആയുധങ്ങൾക്ക് ഈ പ്രഹരശേഷി കൂട്ടുകയും അത് ഓപ്പറേറ്റ് ചെയ്യാൻ ഇവരെ സഹായിക്കുകയും ചെയ്യുന്നത് അമേരിക്കൻസാണ്. കുറേയൊക്കെ ഇൻ്റലിജൻസ് ചെയ്തിട്ടുണ്ട് എന്ന് സൗദി ക്ലെയിം ചെയ്യുന്നു, UAE ഒക്കെ ക്ലെയിം ചെയ്യുന്നു. പക്ഷേ അവർ അമേരിക്കയെയും ഇസ്രയേലും ഒക്കെ, UAE ആണെങ്കിൽ ഇസ്രയേലിനെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ടാണ് അവരുടെ പ്രതിരോധം ഒരുക്കുന്നത് എന്നോർക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുവൈറ്റ് പറഞ്ഞു തങ്ങളുടെ എൻജിനീയേഴ്സ്, തങ്ങളുടെ ടെക്നീഷ്യൻസ് വലിയ രീതിയിൽ ആ ഡ്രോൺ മിസൈൽ ആക്രമണം തടഞ്ഞു. അതുപോലെ ഖത്തറും അത് തന്നെ പറയുന്നു, സൗദിയും അത് തന്നെ പറയുന്നു. ഇവരൊക്കെ തന്നെ പറയുന്നു തങ്ങളുടെ സേനകൾ, തങ്ങളുടെ ടെക്നിക്കൽ പേഴ്സണൽ ഈ എയർ ഡിഫൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് ഈ രാജ്യങ്ങൾ ക്ലെയിം ചെയ്യുന്നു. പക്ഷെ നമുക്കറിയാം, നിലവിൽ അമേരിക്കയുടെ സാന്നിധ്യം ഇല്ലാതെ പൂർണ്ണമായി അവിടേക്ക് വരുന്ന ഇറാനിയൻ ഏറിയൽ ഒബ്ജക്ട്സ് തടയാനാവില്ല. ആത്യന്തികമായി അമേരിക്കൻ സേനകൾ ഉണ്ടാവരുത് എന്ന് ഗൾഫ് രാജ്യങ്ങൾ ചിന്തിക്കുമ്പോഴും തൽക്കാലത്തേക്ക് ഈ യുദ്ധം അവസാനിക്കുന്നതുവരെ ഇറാനിൽ നിന്നുള്ള ആക്രമണം തടയാൻ അവരവിടെ വേണം. പക്ഷേ അവരുള്ളത് കൊണ്ടാണ് ആക്രമണം നടക്കുന്നത് എന്ന കാര്യവും ഈ രാജ്യങ്ങൾ ബോധപൂർവം അത് വിസ്മരിക്കുന്നില്ല, അവർ മനസ്സിലാക്കുന്നു. പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആ രീതിയിൽ നിൽക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. അതുകൊണ്ട് സമാധാനം ഒരു മരീചികയായി നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം ആംസ് ലോബി, അമേരിക്കയ്ക്കുള്ളിലെ തന്നെ ഒരു ഹാർഡ് ലൈനർ, മാഗ ക്യാമ്പിലെ ഒരു ഹാർഡ് ലൈനർ വിഭാഗം, പിന്നെ ട്രംപിൻ്റെ ഈഗോ, ട്രംപിൻ്റെ തന്നെ ആശയക്കുഴപ്പങ്ങൾ, ട്രംപിൻ്റെ തന്നെ നിലപാടില്ലായ്മ. അതുമാത്രമല്ല, ട്രംപ് അയത്തുള്ളമാർ അല്ലെങ്കിൽ ഇറാനിയൻ നേതൃത്വം ട്രംപിനെ വധിക്കാൻ കൽപ്പന കൊടുത്തു എന്ന ഒരു ധാരണ, ഇതെല്ലാം അമേരിക്കൻ ഡിസിഷൻ മേക്കിംഗ് അപ്പാരറ്റസിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യുദ്ധം തുടരട്ടെ എന്നതാണ്. രണ്ട്, ഇറാനുള്ളിലെ നേതൃത്വത്തിൻ്റെ ഒരു ചിന്ത, അത് ഒരു വ്യത്യസ്തമായ ഒരു ചിന്തയാണത്. അതൊരു ഏകശിലാരൂപം അതിനുണ്ട് എന്ന് ഇപ്പോൾ കരുതുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഒറ്റക്കെട്ടായി ഇറാൻ അങ്ങ് തീരുമാനിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഡീസെൻട്രലൈസ്ഡ് ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ചില തീരുമാനങ്ങൾ ഉണ്ടായേക്കാം. ആ തീരുമാനങ്ങൾ അവസാനം ഇറാൻ ഓൺ ചെയ്യേണ്ടി വരും. അത് മറ്റൊരു കാര്യമാണ്. ആ രീതിയിലാണല്ലോ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു കാര്യം ചെയ്താലും ഇല്ല, തങ്ങളുടെ അനുമതിയോടുകൂടി അല്ല എന്ന് കേന്ദ്ര നേതൃത്വത്തിന് പറയാനാവില്ല. കാരണം ഡീസെൻട്രലൈസ് ചെയ്യുമ്പോൾ തന്നെ സ്വതന്ത്ര തീരുമാനമെടുക്കാൻ ഓരോ മേഖലാ പ്രവിശ്യ കമാൻഡർക്കും അധികാരമുള്ളതുകൊണ്ട് ആത്യന്തികം ഇറാൻ അതിൻ്റെ ചുമതല ഏറ്റെടുക്കേണ്ടി വരും. പക്ഷേ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സാണ് വേണ്ടത്. ഇറാന് കൊടുത്തു തീർക്കേണ്ട പണം കൊടുത്തു തീർക്കണം. ഇറാൻ്റെ ആസ്തികൾ മരവിപ്പിച്ചത് റിലീസ് ചെയ്യുന്നതൊക്കെ ഗുഡ്വിൽ ജസ്റ്റേഴ്സാണ്. ഇങ്ങനെയുള്ള നല്ല പ്രവൃത്തികൾ, ഗുഡ്വിൽ ഫാക്ടേഴ്സ് ഉണ്ടാവുക. പിന്നെ വേണ്ടാത്ത പ്രസ്താവനകളിൽ നിന്നും ട്രംപും മാറി നിൽക്കണം, ഇറാൻ്റെ നേതൃത്വവും മാറി നിൽക്കണം. അങ്ങനെയെങ്കിൽ സമാധാനമുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, പലസ്തീൻ വിഷയത്തിലുൾപ്പെടെ ആത്യന്തികമായ ഒരു പരിഹാരം ഉണ്ടാവണം. അത് ലോകരാജ്യങ്ങളുടെ ഒരു വിഷയമായി വരണം. അതുമാത്രമല്ല, അന്യശക്തികളെ, ഞാൻ പല ആവർത്തി പറഞ്ഞൊരു കാര്യം ഒരിക്കൽ കൂടി പറയാൻ നിർബന്ധിതനായിരിക്കുന്നു. അന്യശക്തികൾക്ക് പേർഷ്യൻ ഗൾഫ് മേഖലയിൽ, ആ മേഖലയ്ക്ക് പുറത്തുള്ള ശക്തികൾക്ക് ഒരു സാന്നിധ്യം ഉണ്ടാകരുത്. അമേരിക്കയെക്കുറിച്ചാണ് പറയുന്നത്. അമേരിക്കയ്ക്ക് അവിടെ സാന്നിധ്യം ഉണ്ടാകേണ്ട ഒരു കാര്യവുമില്ലല്ലോ. ഇവരെല്ലാം ചേർന്ന് ധാരണയിലെത്തട്ടെ. ഗൾഫ് രാജ്യങ്ങളും ഇറാനും ഇസ്രയേലും എല്ലാം ചേർന്ന്, ഇതൊക്കെ മേഖലാ ശക്തികളാണ്. അവരെല്ലാം ചേർന്നൊരു ധാരണയിലെത്തട്ടെ. അവിടെ അമേരിക്കയുടെ സാന്നിധ്യം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയേ ഉള്ളൂ. അതുകൊണ്ട് പ്രശ്നം അവസാനിക്കണമെങ്കിൽ, ശാന്തത പുലരണമെങ്കിൽ, സമാധാന പ്രക്രിയ അട്ടിമറിക്കാതെ ഇരിക്കണമെങ്കിൽ ഇതിൽ നിന്നും ചിലരെങ്കിലും വിട്ടുനിൽക്കണം. ആദ്യം വിട്ടുനിൽക്കേണ്ടത് അമേരിക്കയാണ്, പിന്നീട് വിട്ടുനിൽക്കേണ്ടത് ഇസ്രയേലാണ്. ഇറാൻ കൂടുതൽ പ്രകോപനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. ഗൾഫ് രാജ്യങ്ങൾ നടത്തുന്ന സമാധാന പ്രക്രിയയ്ക്ക് ഒരവസരം കൊടുക്കണം. പിന്നെ പാകിസ്ഥാൻ അവിടെ എന്ത് കാര്യം എന്ന് ചോദിക്കാം. അത് അമേരിക്കയിലൂടെ മാത്രമാണ് പാകിസ്ഥാൻ്റെ സാന്നിധ്യം. ഇനി അതല്ല, പാകിസ്ഥാൻ, സൗദി അറേബ്യ ആൻഡ് തുർക്കി
ആ രീതിയിലൊരു അച്ചുതണ്ടാണ് ഇറാനെ നേരിടാനായി അമേരിക്കയുടെ സഹായത്തോടെ ഒരുക്കുന്നത് എങ്കിൽ കൂടുതൽ വഷളാകും സാഹചര്യങ്ങൾ. ചൈനയും റഷ്യയും ഒക്കെ ആ രംഗത്തേക്ക് വരാനുള്ള സാധ്യതയാണുള്ളത്. ഇന്ത്യക്ക് പോലും അടങ്ങിയിരിക്കാനാവില്ല അപ്പോൾ. അതുകൊണ്ട് കുറുമുന്നണികളും ചെറുമുന്നണികളും ബദൽ മുന്നണികളും ഒന്നുമല്ല ഇവിടെ ആവശ്യം. മേഖലാ ശക്തികൾ ചേർന്ന് ഒരു മേഖലാ കരാറിലേക്ക് എത്തി നിൽക്കാൻ ആയില്ല എങ്കിൽ ശാശ്വതമായ പരിഹാരങ്ങൾ ഉണ്ടാവില്ല.